ഹലോ ഗൈസ്, എല്ലാവർക്കും പൊന്നു ആൻഡ് ദേവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നത്? വാ കാണിച്ചു തരാം. ഫുള്ള് റബ്ബറാണ് ഇവിടെയൊക്കെ. ഇത് കണ്ടോ, അതുകൊണ്ട് ഇവിടെ ഒരു പൊളിഞ്ഞ വീടുണ്ട്. കണ്ടോ, ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. പൊന്നും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്, അവളുടെ കൂടെ വെറുതെ ഇങ്ങനെ പോവുക. നല്ലൊരു വീടായിരുന്നു, എങ്ങനെ പൊളിഞ്ഞു എന്നൊന്നും അറിയത്തില്ല. നമ്മുടെ ഇവിടെ വാടകയ്ക്ക് വന്നിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് അറിയത്തില്ല എങ്ങനെയാണ് പൊളിഞ്ഞു പോയെന്ന്. പേടി അങ്ങോട്ടൊക്കെ പോവാം, ഇവിടെയൊക്കെ പന്നിയൊക്കെ ഉള്ളതാ. പന്നിയും കുരങ്ങും ഒക്കെ ഉണ്ട്. കണ്ടോ, ഇത് കിണറാണ് ഇവിടുത്തെ കിണർ. ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇതെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ വലിയൊരു കുഴിയുണ്ട് കേട്ടോ. ഇവിടെ മുല്ലയൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ചക്ക നോക്കി വന്നതാണ്. പ്ലാവ് മാത്രം കാണാം, പ്ലാവിൽ ചക്കയൊന്നും കാണുന്നില്ല. പ്ലാവ് കണ്ടില്ല, അങ്ങനെ തിരിച്ച് പോവുക. തിരിച്ച് വീട്ടിലോട്ട് പോകുന്നില്ല, ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലേ, ഇത് വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു പ്ലാവാട്ടോ, നിറച്ച് ചക്കയുണ്ട്. ഈ വഴി മുകളിലോട്ട് പോയാൽ വലിയൊരു പാറയുണ്ട് കേട്ടോ. പാറയിലോട്ടൊന്നും പോകുന്നില്ല ഇപ്പം, ഭയങ്കര വെയിലാണ്. കണ്ട്, ഇത് പുതിയതായിട്ട് വെച്ചൊരു വീടാണ്. ആരും താമസമൊന്നും തുടങ്ങിയിട്ടില്ല, ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് കണ്ടോ, ഈ പ്ലാവിന് ഒരു ചക്കയുണ്ട്. നിങ്ങൾ വിചാരിക്കും അയൽവക്കത്തുള്ള പറമ്പിലെല്ലാം കയറി ചക്ക നോക്കുന്നത്. ഇത് ഫുള്ള് പാറ കേട്ടോ, പാറക്കൂർക്കാർ വാങ്ങിച്ചിരിക്കുന്നത്. ആ പാർക്ക് വേണമെങ്കിലും എടുക്കാം. കണ്ടോ, മുകളിലോട്ടെല്ലാം പാറയാണ്. ഈ പാറയിൽ പിന്നെ ഒരു ദിവസം പോവാം, അന്ന് കാണിച്ചു തരാവേ. ഫുള്ള് റബ്ബറാണ്. ഇങ്ങോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല, ഫസ്റ്റ് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടൊക്കെ കയറുന്നത്. തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ. കുഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു, അങ്ങനെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വീട്ടിൽ വന്നിട്ട് ഒരു ചെറിയ തോട്ടയൊക്കെ എടുത്തുകൊണ്ട് പോവുക. ആ ചക്ക താഴെ എത്തിക്കണമെങ്കിൽ ഒരു ചെറിയ തോട്ടയുടെ ആവശ്യമുണ്ട്. നമ്മളൊന്നും കൊണ്ടുപോയിട്ടില്ല നേരത്തെ, തോട്ടയൊന്നും കൊണ്ടുപോകാതാ പോയത്. പൊന്നും ആ തോട്ടയൊക്കെ കൊണ്ട് പോകുന്നത്. ചക്ക അടത്തിരുന്ന പൊന്നും അല്ല കേട്ടോ, ഞാൻ തന്നെ അടത്തിയിരുന്നത്. പൊന്നിനെ കൊണ്ട് പറ്റത്തില്ല. നല്ല കയറ്റം, ഇവിടെ കയറ്റം കയറിപ്പോകാൻ ഭയങ്കര പാടാണ്. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടും. ഞാനിങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ താമസത്തിന് വന്നിട്ട് 2 വർഷമായി. പക്ഷേ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഇതിന് മുന്നേ ഇതിന് തൊട്ടടുത്തൊരു വീട്ടിലായിരുന്നു. ഇവിടെ വന്നിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. പൊന്നുമൊക്കെ ഇവിടെ ഇടയ്ക്ക് പാറയിലൊക്കെ കയറി പോകുമായിരുന്നു, ഞാൻ പോയിട്ടൊന്നുമില്ല. ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരും പന്നിയും എല്ലാം ഉണ്ട്. പകൽ ഭയങ്കര കുരങ്ങും, രാത്രി ഭയങ്കര പന്നിയുമാണ്. മുകളിലോട്ടെല്ലാം പാറയാണ് നിറച്ച്. പാറയിലേക്ക് പിന്നൊരു ദിവസം പോവാം, അന്ന് കാണിച്ചു തരാം പാറ. അങ്ങനെ നമ്മൾ ഈ ചക്ക താഴെ എത്തിക്കാനാണ് വിചാരിക്കുന്നത്. ചക്കേനെ അങ്ങനെ താഴെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വീട്ടിലെത്തിക്കണം. തിരിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണിക്കാവേ. ഇങ്ങനെ ചക്ക വീടിൻ്റെ ബാക്കിലെത്തി. പണി പാളി ഗൈസ്, ചക്ക വിളഞ്ഞിട്ടില്ല. എന്നാലും ഇതിനെ കളയത്തില്ല.
ചക്കയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ കറി വയ്ക്കാനായിട്ട് മാറ്റി. അങ്ങനെ ചക്കയൊക്കെ കറി വെച്ചു, ചോറൊക്കെ കഴിക്കുകയാണ്. ചോറ് കഴിച്ചു, നെത്തോലിക്കറിയും ചക്കയൊക്കെ ആയിട്ട് ചോറ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ദിവസം കൊണ്ട് മഴ പെയ്യണം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു മഴ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇന്നും മഴ ഇങ്ങനെ വരും, പക്ഷെ പെയ്യത്തില്ല. അപ്പോൾ ഇതാ നല്ലൊരു മഴ പെയ്യുന്നുണ്ട്. എന്തോ ഒരു ചൂടായിരുന്നു. കുറച്ച് ചക്ക നമ്മൾ വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ വറക്കാമെന്ന് കരുതി. ഒരുപാടൊന്നുമില്ല, കുറച്ച്. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ വറുത്തെടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.